ഹായ്, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എനർജെക്സ് ഓർഗാനിക്കിൻ്റെ ആക്ഷൻ പ്ലാൻ അതോറിറ്റി കണ്ടൻറ്റിൽ 13ാമത്തെ മൊഡ്യൂളാണ് കേട്ടോ. ഇന്ന് നമ്മളിപ്പം പ്രോഡക്റ്റുകൾ ഐഡിയകൾ ഉണ്ടാക്കി അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു ബിസിനസ് വളർത്തുക എന്ന് നമ്മൾ പഠിച്ചു പോകുന്നത്. അങ്ങനെ നമ്മൾ പഠിച്ചു പോകുന്നത് ഇന്നലെ ടെസ്റ്റിങ്ങും ലേബലിങ്ങും ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മളൊരു പ്രോഡക്റ്റൊക്കെ ഉണ്ടാക്കി ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു ബ്രാൻഡ് എങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പറയുന്നത്. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റൊക്കെ ഉണ്ടാക്കി അതൊരു ബ്രാൻഡാക്കണ്ട, എന്നാലല്ലേ ആൾക്കാരിൽ എത്തുള്ളൂ. എന്താണ് സാധനം, എന്താണ് ഇതിൻ്റെ പേര്, എന്താണ് ഇത് നമ്മൾ അറിയപ്പെടാനുള്ള കാരണം എന്താണ് എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് പറയുന്നതാണ് കേട്ടോ ഒരു ബ്രാൻഡ്. അതല്ലാതെ ഒരു പേര് മാത്രമല്ല ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേരിടുക അല്ലെങ്കിൽ ഒരു ലേബലിൽ ഒട്ടിക്കുക, അതൊന്നല്ല കേട്ടോ ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ. എങ്ങനെയാണ് നമ്മളിത് ആളുകളിലേക്ക് എത്തിയത് എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ബ്രാൻഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിസ്കസ് കഴിയുമ്പോൾ നമുക്ക് എന്താണ് ബ്രാൻഡ് എന്നും എങ്ങനെയാണ് ബ്രാൻഡിനെ വളർത്തി കൊണ്ടുവരേണ്ടതെന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ പ്രോഡക്റ്റും ബ്രാൻഡും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, സ്വന്തം ബ്രാൻഡ് ഐഡൻറ്റിറ്റി നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, ലോഗോ, ബ്രാൻഡ്, ഇതൊക്കെ എന്താണ് തമ്മിലുള്ള വ്യത്യാസം, എന്താണ് ഇതുകൊണ്ടൊക്കെ അർത്ഥമാക്കുന്നത്, ടാർഗറ്റ് കസ്റ്റമർ ആരാണ് ഈ ബ്രാൻഡിൻ്റെ, കസ്റ്റമറുടെ മനസ്സിൽ ബ്രാൻഡിനെ ഓർമ്മിപ്പിക്കാൻ എന്തൊക്കെ നമ്മൾ ചെയ്യണം, എങ്ങനെയാണ് നമ്മുടെ ബ്രാൻഡിൻ്റെ ഒരു ഐഡൻറ്റിറ്റി സോഷ്യൽ മീഡിയയിൽ നിലനിർത്തുക എന്നുള്ള കുറേ കാര്യങ്ങളൊന്നും നമുക്കിതിൽ ചർച്ച ചെയ്യണം. ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ ഒരു കടയിൽ പോയിട്ട് ഒരു സാധനത്തിന് പോവുകയാണ്, നമ്മളെന്തെങ്കിലും ടൂത്ത് പേസ്റ്റോ എന്തിനെങ്കിലും പോവുകയാണ്. അപ്പോൾ നമുക്ക് ഏത് സാധനമാണ് നമ്മൾ എടുക്കുക, ടൂത്ത് പേസ്റ്റൊക്കെ ആയാൽ, അപ്പം നമ്മൾ പരസ്യത്തിലോ അല്ലെങ്കിൽ എവിടെയും കണ്ട ആ പേരല്ല നമ്മൾ നിർദ്ദേശിക്കുക, അത് തന്നെയാണ് ബ്രാൻഡ്. അങ്ങനെ നമ്മുടെ ഓർമ്മയിൽ നമ്മുടെ വായിൽ വരുന്ന ഒരു വാക്ക് ഏതൊരു പ്രൊഡക്റ്റിനായാലും ഓരോ പ്രൊഡക്റ്റിനും ഓരോ ബ്രാൻഡുകൾ ഉണ്ടാവുമല്ലോ. അപ്പം അതാണ് ബ്രാൻഡ് എന്ന് പറയുന്ന സാധനം. ആൾക്കാരെ തിരിച്ചറിഞ്ഞ് അത് ചോദിച്ച് അന്വേഷിക്കണ ഒരു പ്രോസസ്സിങ് ആണ് ഈ ബ്രാൻഡ് എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കി വിൽക്കുന്ന സാധനമാണ്, പക്ഷേ ബ്രാൻഡ് കസ്റ്റമറുടെ മനസ്സിൽ അല്ലെങ്കിൽ കസ്റ്റമറുടെ ഉദ്ദേശത്തിൽ നിന്ന്, കസ്റ്റമറുടെ തോട്ടിൽ നിന്ന് അഥവാ കസ്റ്റമറുടെ ഒരു വീക്ഷണത്തിൽ നിന്ന് വരുന്നതാണ് ബ്രാൻഡ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ബ്രാൻഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു പേര്, അതുപോലെ തന്നെ അതിൻ്റെ ഒരു തിരിച്ചറിവ്, അതുപോലെ അവരുടെ വിശ്വസ്തത, അതുപോലെ ഓരോരു ഇമോഷന്, അതൊക്കെ നമ്മുടെ ആ ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു എന്താന്ന് പറയാ ഒരു നീഡ് അല്ലെങ്കിൽ ഒരു ആവശ്യം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം, പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നതാണ്, ബ്രാൻഡ് കസ്റ്റമറുടെ മനസ്സിൽ അവർക്ക് വരുന്ന ഒരു വാക്കാണ് ബ്രാൻഡ് എന്നുള്ളത്. ബ്രാൻഡ് എന്നല്ല ആ ബ്രാൻഡിൻ്റെ പേര്. അപ്പം നമ്മൾ ഒരു ബ്രാൻഡിൻ്റെ ഒരു സാധനം വാങ്ങാൻ പോയി, അപ്പം നമ്മളോട് ആ പ്രോഡക്റ്റ് ആ ബ്രാൻഡ് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് വാങ്ങുന്നത്, എന്ത് എക്സ്പീരിയൻസാണ് നിങ്ങൾക്ക് ഞാൻ തരുന്നത്, അതിനൊക്കെ നമ്മളിൽ ഉത്തരം ഉണ്ടാവും. അതാണ് ബ്രാൻഡ് എന്ന് പറയുന്നത്. കസ്റ്റമർ ഞാനാണെങ്കിൽ എന്നിൽ ഉത്തരം ഉണ്ടാവണം. ഒരാൾ 50 രൂപൻ്റെ സോപ്പും വിൽക്കുന്നുണ്ട്, ഒരാൾ 100 രൂപൻ്റെ സോപ്പും വിൽക്കുന്നുണ്ട്, പക്ഷേ 100 രൂപൻ്റെ സോപ്പാണ് ബ്രാൻഡായി മാറിയത്. അതെന്തുകൊണ്ടാണ്? അവരെക്കുറിച്ചാണ് ആളുകൾ പറയുന്നതും കേൾക്കുന്നതും അറിയുന്നതും, അവർക്കൊരു എക്സ്പീരിയൻസും ഒരു ട്രസ്റ്റും ഒക്കെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ട്രസ്റ്റും എക്സ്പീരിയൻസ്, അതുപോലെ അവർക്കൊരു അവർക്കൊരു ഇമോഷൻ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് അതിൽ കൊടുക്കുന്നുണ്ടാവും ആ പ്രോഡക്റ്റ്. അതാണ് അതിൽ തന്നെ ഇൻവോൾവ് ആകാൻ കാരണം. അപ്പം അങ്ങനെയുള്ളതാണ് നമ്മളൊരു ബ്രാൻഡ്. ഏതൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിലും നമ്മളൊരു പ്രോഡക്റ്റിലല്ല നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കേണ്ടത്, നമ്മൾ ആ ഒരു ബ്രാൻഡിനാണ്. അപ്പം അതുപോലെയാണ് ആ ബ്രാൻഡിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് നമ്മളൊരു ബ്രാൻഡായി മാറുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞതിന് ഇപ്പം നമുക്ക് ഏകദേശം ഒരു ബ്രാൻഡ് എന്താണെന്ന് മനസ്സിലായില്ലേ. അപ്പം ഈ ബ്രാൻഡിന് ഇനി എന്തൊക്കെ വേണമെന്ന് നമ്മൾ നോക്കുക. ഇതുവരെ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ തൊട്ടാൽ കാണാൻ പറ്റാത്തത്,
നമുക്ക് അന്വേഷിച്ചാൽ അറിയാൻ പറ്റണ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു പേര് അതൊക്കെയാണ്. അപ്പം ഞാൻ ബ്രാൻഡ് എന്ന് പറഞ്ഞ ആ സാധനം ഉണ്ടാവാൻ വേണ്ടി എന്തൊക്കെ വേണമെന്ന് നമുക്ക് ഇനി ഇതിൽ നമുക്ക് ചിന്തിക്കാം. എന്തൊക്കെ വേണം? ഒന്നാമതായിട്ട് അതിന് വേണ്ടത് ഒരു പേരാണ്. ഇപ്പം എൻ്റെ ബ്രാൻഡിൻ്റെ പേരാണ് എനർജിക്സ്. അതുപോലെ വായിക്കാൻ പറ്റണ, എഴുതാൻ പറ്റണ, കേട്ടാൽ മനസ്സിലാവുന്ന ഒരു പേരായിരിക്കണം. അതുപോലെ തന്നെ എല്ലാവർക്കും എല്ലാ പ്രൊഡക്റ്റുകൾക്കും ഒരു പേരിടാൻ പറ്റില്ല കേട്ടോ. വ്യത്യസ്തമായിരിക്കണം. നമ്മൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്ത പേരായിരിക്കണം. രണ്ടാമതായിട്ട് വേണ്ടത് ആ ബ്രാൻഡിനൊരു ലോഗോ ആണ്. ലോഗോ എന്ന് പറഞ്ഞാൽ അതെന്തിനാണ്? ആൾക്കാർക്കൊരു ചിഹ്നത്തിൽ നമ്മളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ലോഗോ കാണുമ്പോൾ നമുക്ക് ആ ബ്രാൻഡിനെ തിരിച്ചറിയണം. അതാണ് ലോഗോ എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് ഒരു കളറ് വേണം. ഒരു കളർ ഉണ്ടാവണം. അപ്പോൾ ഏതൊരു കളറാണോ ഏതൊരു പ്രൊഡക്റ്റാണോ ഉണ്ടാക്കുന്നത് അതിനനുയോജ്യമായൊരു കളറിൽ നമ്മൾ അത് തയ്യാറാക്കണം. ഇപ്പോൾ എൻ്റെ കളറ് ചുവപ്പ്, വെള്ള, അതുപോലെ തന്നെ ഒരു മഞ്ഞ കളറാണ്. അതെന്തെന്ന് വെച്ചാൽ ഞാൻ ആദ്യം തന്നെ തുടങ്ങിയിരുന്നത് ഫുഡ് പ്രൊഡക്റ്റ് ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഉൾത്തിരിഞ്ഞാണ് ഈ പ്രൊഡക്റ്റുകളൊക്കെ ആയിട്ട് മാറിയത്. അങ്ങനെയാണ് എൻ്റെത് ചുവപ്പ്, മഞ്ഞ, അതുപോലെ വെള്ള ഒക്കെ കലർന്ന ഒരു കളറായി മാറിയത്. അതുപോലെ തന്നെ ഈ ബ്രാൻഡ് ഒരു ലിപിയിൽ ഒരു ഫോണ്ടിൽ നമ്മൾ എഴുതണം. നാലാമതായിട്ട് വേണ്ടത് അതാണ്. പിന്നെ അഞ്ചാമതായിട്ട് വേണ്ട പാക്കേജിങ്. നമ്മുടെ പാക്കിലായിരിക്കണം നമ്മളെ തിരിച്ചറിയേണ്ടത്. പാക്കേജിങ്ങിന് എല്ലാവരും പറയലെന്താ? അതൊരു സൈലൻറ്റ് സെയിൽസ്മാൻ ആണ് എന്നുള്ളതാണ്. അത് നമ്മുടെ ഐഡൻറ്റിറ്റി തിരിച്ചറിയാനുള്ള ഒരു ഏകകമാണ് ഈ പാക്കേജിങ് എന്ന് പറയുന്നത്. കസ്റ്റമർ നമ്മുടെ ഒന്നും കാണുന്നില്ല, നമ്മുടെ പാക്കേജിങ്ങാണ് കാണുന്നത്. അതൊരു സെയിൽസ്മാൻ, ഒരു സൈലൻറ്റ് സെയിൽസ്മാൻ ആണെന്ന് പറയാൻ കാരണം അവർ നമ്മുടെ ആരാണോ അത് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് അവരൊന്നും അവർ കാണുന്നില്ലല്ലോ. പക്ഷേ അവർ കാണുന്നത് ഈ ചിഹ്നവും ഈ ലോഗോയും അതുപോലെ ഈ പാക്കേജിങ്ങും ഒക്കെയാണ്. അതിലൂടെയാണ് അവർ നമ്മുടെ ബ്രാൻഡിനെ തിരിച്ചറിയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ബ്രാൻഡ് വോയിസ് ഉണ്ടായിരിക്കണം. നമ്മൾ നല്ല ഫ്രണ്ട്ലി ആയിട്ട്, നല്ല കസ്റ്റമറുടെ അവരെ കീപ്പ് ചെയ്യണ കോലത്തിൽ, അവരെ കെയർ ചെയ്യണ കോലത്തിലുള്ള സംസാരങ്ങളും പ്രവൃത്തികളും ഒക്കെ ആയിരിക്കണം നമ്മുടെ പ്രൊഡക്റ്റുകളിൽ നിന്ന് നമുക്ക് വരേണ്ടിയത്. അതുപോലെ തന്നെ ഒരു ബ്രാൻഡ് സ്റ്റോറി വേണം. നമ്മൾ എന്തിനാണ് ഈ ബിസിനസ് തുടങ്ങുന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ ഈ ബിസിനസ് തുടങ്ങുന്നത്, അങ്ങനെയുള്ള സ്റ്റോറി വേണം. ഞാനൊക്കെ ഈ ബിസിനസ് തുടങ്ങുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ സ്കിൻ കെയർ കൊണ്ട് ഭയങ്കര താല്പര്യമായിരുന്നു ആദ്യം. ഹെർബൽ സ്കിൻ കെയർ കൊണ്ട്. അപ്പോൾ അത് എല്ലാവരിലേക്കും എത്തിക്കണം എന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു തോട്ട് എല്ലാവർക്കും ഉണ്ടായി വരണം എന്നുള്ളൊരു ചിന്താഗതി എനിക്കുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ എല്ലാവർക്കും ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനും അതുപോലെ തന്നെ എനിക്ക് ഇതിലൊരു ബ്രാൻഡ് വളർത്താനൊക്കെ ഞാൻ താല്പര്യപ്പെട്ടത്. അതുപോലെ തന്നെ നമ്മുടെ പ്രോഡക്റ്റ് കസ്റ്റമർ എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം. അപ്പോൾ കസ്റ്റമർ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ എങ്ങനെ കസ്റ്റമർ എക്സ്പീരിയൻസ് ചെയ്യുക? അത് വാട്സപ്പിലൂടെ, അതുപോലെ തന്നെ നമ്മുടെ ആഡിലൂടെ, അതുപോലെ പരസ്യത്തിലൂടെ, അതുപോലെ തന്നെ നമ്മുടെ പല പോസ്റ്ററുകൾ, നമ്മുടെ ഇൻസ്റ്റഗ്രാം റീലുകൾ, ഇതിലൂടെയൊക്കെ അല്ലേ നമ്മുടെ കസ്റ്റമറെ നമ്മളറിയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഒരു ബ്രാൻഡ് ഉണ്ടാക്കാൻ വേണ്ടത്. ബ്രാൻഡ് നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ട അത്യാവശ്യമായ കാര്യങ്ങൾ. അതൊക്കെ ചുരുക്കി ഞാൻ ഏത് ലെവലിലൂടെ കടന്നു പോയതെന്ന് വെച്ചാൽ ആ ലെവലിലൂടെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അതല്ലാതെ ഇതൊക്കെ സിസ്റ്റമാറ്റിക്കായിട്ട് ശാസ്ത്രീയ രീതിയിലൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ എങ്ങനെയാണോ വന്നത് ആ ഒരു രീതിയിൽ അതൊന്ന് ചുരുക്കിയിട്ട് അതൊരാൾക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിതൊക്കെ സംസാരിക്കുന്നത്. ഇനി ആരാണ് നമ്മളെ കസ്റ്റമർ? നമ്മളെ ടാർഗറ്റ് കസ്റ്റമർ ആരാ? അത് നമുക്കറിയോ? അത് നമുക്കറിയണം. അധികം ആൾക്കാരും പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ എന്താ ചിന്തിക്കുക? എൻ്റെ പ്രോഡക്റ്റൊക്കെ എല്ലാവർക്കും ആവശ്യമുണ്ടാവും, അതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ വിറ്റ് ചിലവാകും എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയാണോ? അല്ല. ബ്രാൻഡ് നോക്കിയിട്ടാണ് ആളുകൾ വാങ്ങുക. ഞാനിപ്പോൾ ഒരു ഓയിൽ ഉണ്ടാക്കി എന്ന് വിചാരിച്ചോളൂ. ഞാനൊരു ഡാൻഡ്രഫ് ഓയിൽ ഉണ്ടാക്കി. ആ ഓയിൽ ആർക്കാ വേണ്ടി വരിക? ഡാൻഡ്രഫ് ഇല്ല ആളുകൾക്കായിരിക്കും വേണ്ടി വരിക. പക്ഷെ എത്രയോ ആൾക്കാരിൽ അതുണ്ടല്ലോ, ആ ഡാൻഡ്രഫ് ഓയിലുണ്ടാവും. പക്ഷെ എൻ്റേത് മാത്രം ആൾക്കാർ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? അതാണ് ബ്രാൻഡിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്.
അപ്പോൾ നിങ്ങളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ആ പ്രോഡക്റ്റിനോട് ചോദിക്കുക, നിന്നെ ഞാൻ എന്തിനാണ് ഉണ്ടാക്കുന്നത്, നിന്നെ ആർക്കാണ് ആവശ്യം, എത്ര പ്രായക്കാരിലാണ് നിന്നെ ഞാൻ പ്രയോഗിക്കുക, എത്ര പ്രായക്കാരിലേക്കാണ് ഞാൻ നിന്നെ സെർവ് ചെയ്യുന്നത്, നിന്നെക്കൊണ്ട് എന്തൊരു ഉപകാരമാണ് ആളുകൾക്ക്, അവരെന്താണ് ആഗ്രഹിക്കുന്നത്, അവർക്ക് എന്താണ് ഇത് വാങ്ങാനുള്ള താല്പര്യം, ഇത് വാങ്ങാതിരിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത് എന്താണ്. ഇങ്ങനത്തെ ചോദ്യങ്ങൾക്കൊക്കെ നമ്മൾ ഉത്തരം ഉണ്ടാക്കി വെക്കണം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു ബ്രാൻഡ് പൊസിഷനിങ് ആണ്. നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമുക്കൊരു ബ്രാൻഡ് പൊസിഷൻ വേണം. നമ്മളൊരു പൊസിഷൻ പറയുകയാണെങ്കിൽ ഹെർബൽ പ്രോഡക്റ്റുകൾ, ഹെർബൽ സ്കിൻ കെയർ പ്രോഡക്റ്റുകളാണ് നമ്മുടെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഒരു പൊസിഷൻ നമുക്ക് വേണം. അപ്പം ആ ഒരു ചിന്താഗതിയിലുള്ളവർ നമ്മുടെ പ്രോഡക്റ്റ് അന്വേഷിച്ച് വരും. അവരാണ് നമ്മുടെ ടാർഗറ്റ് കസ്റ്റമറും. അതുതന്നെയാണ് നമ്മുടെ ബ്രാൻഡ് പൊസിഷനിങ്ങും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഡാൻഡ്രഫ് ഹെയർ കെയർ ഓയിൽ, അങ്ങനെ ഒരാൾ ചിന്തിക്കുകയാണ് കുട്ടികൾ, എനിക്ക് ഹെർബൽ രീതിയിൽ എൻ്റെ ഡാൻഡ്രഫിനൊരു പരിഹാരം വേണം, അങ്ങനത്തെ ഏതെങ്കിലും ഒരു ബ്രാൻഡ് ഉണ്ടോ, അങ്ങനത്തെ ഒരു വിശ്വസിക്കാൻ പറ്റുന്ന ബ്രാൻഡ് ഏതാണ്, അങ്ങനെയൊക്കെയാണ് നമ്മുടെ ബ്രാൻഡിനെ നമ്മൾ തിരഞ്ഞെടുക്കലും ഒരു പ്രോഡക്റ്റ് അവരിൽ നിന്ന് നമ്മൾ വാങ്ങാൻ തയ്യാറാവലൊക്കെ. അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയത് എന്താ വെച്ചാൽ, നമ്മുടെ ഒരു ബ്രാൻഡ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ഒരു സ്റ്റോറി ഉണ്ടാവും, അതിന് ഒരു ബ്രാൻഡ് സ്റ്റോറി നമ്മുടെ ആ പ്രോഡക്റ്റിലേക്ക് വരാനും അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഇതൊരു ജീവിതമാർഗമാക്കാനൊക്കെ പറ്റിയൊരു സ്റ്റോറി നമുക്ക് ആ ഒരു ജീവിതത്തിലുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് ഹെർബൽ പ്രോഡക്റ്റുകളോട് നല്ല താല്പര്യം, അതുകൊണ്ടാണ് ഞാനിതിലേക്ക് വന്നത്. അപ്പം അങ്ങനെ താല്പര്യമുള്ള ആളുകളുണ്ടാവും, അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ താല്പര്യമുള്ള ഒരു ഇതിൽ വെച്ചിട്ട് അതൊരു ഒരു ഇൻകം സോഴ്സാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്നൊക്കെയാണ് എൻ്റെ ഒരു ബിസിനസ് സ്റ്റോറിയും അതുപോലെ ഒരു പ്രോഡക്റ്റ് സ്റ്റോറി എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ളൊരു മൈൻഡുള്ള ആൾക്കാരെയാണ് ഞാനിതിന് താല്പര്യപ്പെടുത്തണത്. അവർക്കാണ് എൻ്റെ ക്ലാസ്സുകളും അതുപോലെ എൻ്റെ പ്രോഡക്റ്റുകളും എൻ്റെ ജീവിത സംസ്കാരമൊക്കെ അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഓരോ ചിന്താഗതിക്കാരുണ്ടാവും. അപ്പം നമ്മളൊരു എന്താ പറഞ്ഞത്, നമ്മളിപ്പോൾ എന്താ പറഞ്ഞുകൊണ്ടെന്നതിന് ഒരു ബ്രാൻഡ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ, അപ്പോൾ ആ ബ്രാൻഡ് സ്റ്റോറിയിലൂടെയാണ് നമ്മളെല്ലാവരും അറിയപ്പെടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഹെർബൽ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാനും അതുപോലെ തന്നെ അത് ഉപയോഗിക്കാനും ഒക്കെ ഭയങ്കര താല്പര്യമാണ്. അപ്പം ആ താല്പര്യത്തിൽ നിന്നാണ് ഞാനിങ്ങനെ ഒരു ബ്രാൻഡ് വളർത്തിയത്. ആ താല്പര്യം തന്നെയാണ് എന്നെ അടിയിൽ നിന്ന് നിറവരെ കൊണ്ടുപോകുന്നതും. എനിക്കിപ്പോഴും അതിനോട് ഭയങ്കര താല്പര്യമാണ്. ഇനിയും ആ ഒരു താല്പര്യത്തിൽ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പം നിങ്ങൾ ഒരു ബ്രാൻഡ് ഉണ്ടാക്കാൻ ഒരുങ്ങുമ്പോൾ ആദ്യം തന്നെ അതിനൊരു പേരിടുക, പേരിനൊരു അർത്ഥമുള്ളൊരു പേരാക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ കസ്റ്റമർ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളുണ്ടാക്കിയ പ്രൊഡക്റ്റിൻ്റെ മെയിൻ പ്രോബ്ലം ആർക്കാണ്, ഏതൊരു പ്രോബ്ലമുള്ള കസ്റ്റമറിനാണ് എന്ന് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുക, ആ പ്രോഡക്റ്റിൽ നിന്ന്. അതുപോലെ തന്നെ അതിനുള്ള പ്രതിവിധി എന്താണെന്നും നമ്മൾ മനസ്സിലാക്കുക. നമ്മളെ സ്വന്തം ബ്രാൻഡിനൊരു കളർ ഉണ്ടാക്കുക, ഒരു തീം ഉണ്ടായിരിക്കുക. പിന്നെന്താ വേണ്ടത്, ഒരു പേഴ്സണാലിറ്റി ഉണ്ടാവണം. നമുക്കൊരു പേഴ്സണാലിറ്റി ഉള്ള മാതിരി തന്നെ നമ്മളെ ബ്രാൻഡിന് ഒരു പേഴ്സണാലിറ്റി ഉണ്ടാവണം. നമ്മളെ ബ്രാൻഡിൽ വിഷ്വലായി നിൽക്കുന്നത് നമ്മളെ പാക്കേജിങ് അല്ലേ. നമ്മുടെ പാക്കേജിങ് ആണ് കസ്റ്റമർ നമ്മളായിട്ട് കാണുന്നത്. അപ്പം നല്ല പാക്കേജിങ് ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ പ്രോഡക്റ്റിന് ഒത്തിണങ്ങിയ, നമ്മുടെ ബ്രാൻഡിന് ഒത്തിണങ്ങിയ ഒരു പാക്കേജിങ് ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. പാക്കേജിങ്ങിൽ എന്താണ് ഈ പ്രോഡക്റ്റ് എന്ന് ആ പാക്കേജിങ് നോക്കുമ്പോൾ മനസ്സിലാവണം. ഒരു പ്രൊഫഷണൽ ലുക്ക് ഉണ്ടാകുന്നതൊക്കെ ഏറ്റവും വലിയൊരു ബ്രാൻഡ് ഐഡൻറ്റിറ്റിക്ക് ഭയങ്കര ഉപകാരപ്പെടും. അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ പ്രോഡക്റ്റും ഒരേ ഒരു തീമിലും ഒരേ ഒരു കളറിലും ഒരേ ഒരു ഐഡൻറ്റിറ്റിയിലും ആയിരിക്കണം. അതുപോലെ പ്രോഡക്റ്റിൽ നമ്മളതിൻ്റെ ഇൻഫോർമേഷനുകളൊക്കെ കൊടുക്കണം.
തന്നെ പ്രോഡക്റ്റ് ഒരിക്കൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെയും കസ്റ്റമർക്ക് ആ ഒരു ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റാണ് എന്നത് തിരിച്ചറിയാൻ പറ്റണം. നമ്മളൊക്കെ വീട്ടിലാണല്ലോ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നത്, എന്നാലും അതൊരു പ്രൊഫഷണൽ ലുക്കിൽ നമുക്ക് അതിൻ്റെ പാക്കേജിങ് ആക്കി തീർക്കാം. അടുത്തതായിട്ട് നമ്മൾ ഈ ബ്രാൻഡിങ് സോഷ്യൽ മീഡിയയിലാണ് നമ്മളിത് പബ്ലിഷ് ചെയ്യേണ്ടത്. അപ്പോഴാണ് ആൾക്കാരുകളിൽ എത്തുക. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൂടെയാണ് നമ്മുടെ ബ്രാൻഡിനെ കൂടുതൽ ആൾക്കാർ ഇനിയുള്ള കാലത്ത് നമ്മുടെ ബ്രാൻഡിനെ അറിയപ്പെടേണ്ടത്. അപ്പം സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ബ്രാൻഡിനെ കുറിച്ചുള്ള പഠനം, എഡ്യൂക്കേഷണൽ തീം നമ്മൾ കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ നമ്മുടെ ബ്രാൻഡിൻ്റെ അവയർനെസ് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. നമ്മൾ പ്രോഡക്റ്റ് ബിൽഡ് ചെയ്ത ഒരു പ്രോഡക്റ്റ് അതിലൂടെ ഇങ്ങനെ ബിൽഡ് ചെയ്ത് നമ്മൾ വരണം. പ്രോഡക്റ്റ് എന്നല്ല, നമ്മുടെ ബ്രാൻഡ്, അതുതന്നെയാണ് ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യണം. നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോസുകൾ ഇട്ടിട്ടും ഒക്കെ നമ്മുടെ ട്രസ്റ്റ് അതിൽ ബിൽഡ് ചെയ്യാൻ നമ്മൾ പരിശ്രമം. ഓരോ പ്രോഡക്റ്റിലും ആൾക്കാർ കാണിക്കണ മിസ്റ്റേക്കുകളൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പ്രോഡക്റ്റിനെ നമ്മൾ വ്യത്യസ്തമാക്കണം. അതൊക്കെ അങ്ങനത്തെ അവയർനെസ്സുകളൊക്കെ കൊടുത്തിട്ട് പ്രോഡക്റ്റ് എങ്ങനെ ഉപയോഗിക്കണം, ആർക്കാണ് ഈ പ്രോഡക്റ്റ്, എന്താണ് ഈ പ്രോഡക്റ്റിൻ്റെ ലക്ഷ്യം, എന്തിനാണ് ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോസിലെയും പോസ്റ്ററിലൂടെയും കണ്ടൻറ്റിലൂടെയൊക്കെ നമുക്ക് ആളുകളിലേക്ക് അവയർനെസ് കൊടുത്തുകൊണ്ടിരിക്കണം. ഇതൊക്കെയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ബ്രാൻഡ് വളർത്തേണ്ടത്. അപ്പോൾ ഈ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അതിന് നമ്മൾ കുറേ കാലത്തെ പ്രയത്നം അതിന് വേണ്ടി വരും. ആളുകളിലേക്ക് നമ്മുടെ പ്രോഡക്റ്റ് എത്തിയിട്ട് അതൊരു ട്രസ്റ്റിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകണം. എന്തൊക്കെയാണ് അതെന്ന് നമുക്ക് നോക്കാം. പ്രോഡക്റ്റിനെ കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കസ്റ്റമർക്ക് നമ്മൾ കണ്ടൻറ്റിലൂടെയും വീഡിയോയിലൂടെയും പോസ്റ്ററിലൂടെയൊക്കെ നമ്മൾ നൽകണം. അതുപോലെ തന്നെ പ്രോഡക്റ്റിൻ്റെ വീഡിയോസുകൾ, ഫോട്ടോസുകൾ ഇതൊക്കെ നമ്മൾ ദിവസവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ അതിൻ്റെ ഫോട്ടോകളും വീഡിയോസുകളൊക്കെ നമ്മൾ ദിവസവും സോഷ്യൽ മീഡിയയിൽ കണ്ടൻറ്റായിട്ട് നമ്മൾ ഇട്ടുകൊണ്ടേ ഇരിക്കണം. അതുപോലെ തന്നെ മേക്കിംഗ് പ്രോസസ്സ്, അതുപോലെ ഇൻഗ്രീഡിയൻറ്റുകളുടെ ലിസ്റ്റുകൾ, ജെന്യൂനായ റിവ്യൂകൾ, പാക്കേജുകൾ, പുതിയ പാക്കേജൊക്കെ വരുമ്പോൾ നമ്മൾ അതൊക്കെ കസ്റ്റമറെ കാണിച്ച് അതൊക്കെ കസ്റ്റമർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ അത് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ റിവ്യൂ തന്നെയാണ് കേട്ടോ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ടൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു എന്തെന്ന് പറഞ്ഞാൽ റിവ്യൂ തന്നെയാണ്. ആ റിവ്യൂ നമ്മൾ ഇഷ്ടം പോലെ ശേഖരിക്കുക. അപ്പോൾ ഈ ബ്രാൻഡ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സോപ്പ് ഉണ്ടാക്കിയത് കൊണ്ടാവില്ല കേട്ടോ. അത് നമ്മളൊരു ബിസിനസ്സുകാരി ആവുമ്പോഴേ നമുക്ക് അങ്ങനൊരു ബ്രാൻഡ് മൈൻഡ് സെറ്റിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു ചിന്താഗതിയിലേക്ക് നിങ്ങൾ വരാൻ ശ്രദ്ധിക്കുക. നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരാളായി മാത്രം മാറരുത്, നമ്മൾ ബ്രാൻഡിനെ വളർത്തുന്ന ഒരാളായി നമ്മൾ മാറണം. അപ്പോൾ ഒരു പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ബ്രാൻഡാണ് നമ്മൾ പൊസിഷൻ ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ എന്താണ് പ്രൊഡക്റ്റ്, എങ്ങനെയാണ്, ആരെയാണ് സെർവ് ചെയ്യണത്, എന്തുകൊണ്ടാണ് ആളുകൾ നമ്മളെ ഓർക്കണത്, എന്താണ് നമ്മുടെ പ്രോഡക്റ്റ് ഓർക്കാനുള്ള കാരണം, ാണ് ആളുകൾ നമ്മളിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങുന്നത്. അപ്പം ഇങ്ങനത്തെയൊക്കെ ചോദ്യങ്ങളിൽ നിന്നുള്ളൊരു ഉത്തരമാണ് കേട്ടോ ബ്രാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്താണ് ബ്രാൻഡ് എന്ന് പറഞ്ഞ് ചുരുക്കി പറഞ്ഞാൽ കസ്റ്റമറുടെ മനസ്സിൽ നമ്മളെ ഓർക്കുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഒരു ചിന്താഗതി അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് കസ്റ്റമറുടെ മനസ്സിലുള്ള ഒരു വ്യാപ്തി, അതിനെയാണ് നമ്മൾ ബ്രാൻഡ് എന്ന് പറയുക. അപ്പോൾ ആ ബ്രാൻഡിന് നല്ലൊരു പേര് നൽകണം, ഒരു അർത്ഥമുള്ള പേരായിരിക്കണം. എല്ലാവരും അതേ ബ്രാൻഡ് ഇടാൻ പാടില്ല, വ്യത്യസ്തത ഉണ്ടായിരിക്കണം. കൺസിസ്റ്റൻസി ആയിട്ട് നമ്മളതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ നമ്മളുടെ എന്നും കണ്ടൻറ് ഇട്ട് നമ്മുടെ ബ്രാൻഡിനെ എന്നും ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടിരിക്കണം നമ്മുടെ കസ്റ്റമറുടെ ഇടയിൽ. അങ്ങനെ മെല്ലെ നമ്മൾ 5-8 വർഷം കഴിയുമ്പോൾ നമ്മുടെ ബ്രാൻഡായിട്ട് നമ്മൾ മാറും. അപ്പം ഇന്നത്തെ ഇതിൽ നമുക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ കേട്ടോ. അപ്പോൾ ബ്രാൻഡ് എന്താണ്, ബ്രാൻഡിനെ എങ്ങനെയാണ് വളർത്തി കൊണ്ടുവരിക എന്നൊക്കെ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ മനസ്സിലായിട്ടുണ്ടാവും. അപ്പം ഞാൻ അടുത്തൊരു വീഡിയോയിൽ നമുക്ക്
ഇനി അടുത്ത് കാണാം.